മനുഷ്യ ശ്രീജിത്ത് പണിക്കർ നമ്മുടെ അണ്ണന് അതുകൊണ്ടാ നീയായിട്ട് നല്ല ബന്ധത്തിലായതുകൊണ്ടാ ആകാശത്തിന് താഴെ എല്ലാത്തിനെ കുറിച്ചും പറയുന്ന ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്ത് പണിക്കരുടെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ഗണപതി വട്ടജി, നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും. മകന്റെ കള്ള നിയമനം, തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും. സ്വാഭാവികം. സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ, നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ 10-1 നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിങ്ങനെ നീണ്ടുപോവുകയാണ്. പോയി 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 വലിയൊരു പോസ്റ്റാണ്. വായിക്കാം. അവസാനത്തെ വരിയും ഇവിടെ വായിക്കാം. ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ, സന്തോഷം. ഇതിന്റെ ഒരു ചിത്രവും കൂടി ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി തൊലിയുരിച്ചത്. അധികം തുടങ്ങാം. ചെറിയ ഉള്ളി തൊലിയുരിച്ചത്. ഈ ഉള്ളി എന്ന് വിളിക്കുന്നത് കെ സുരേന്ദ്രന്റെ വട്ടപ്പേരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഉള്ളി എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ, പക്ഷെ ചെറിയ ഉള്ളി അല്ല, കുറച്ച് സവാള ഇടണമായിരുന്നു. കാരണം കെ സുരേന്ദ്രൻ ബീഫ് കഴിക്കില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷെ കെ സുരേന്ദ്രൻ ഇതുപോലെ ബീഫ് കഴിക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമത്തിൽ ഒരു സമയത്ത് വരികയും കെ സുരേന്ദ്രൻ അത് ബീഫല്ല ഉള്ളിക്കറിയാണ് എന്ന് പറയുകയും ചെയ്തിടത്താണ് കെ സുരേന്ദ്രന് ഉള്ളിസുര എന്ന് പറയുന്ന പേര് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വരുന്നത്. അപ്പൊ കെ സുരേന്ദ്രന്റെ കൂടെ അന്ന് പ്രവർത്തകരൊക്കെ നിന്നു. കാരണം സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ സാത്വികനായിട്ടുള്ള മനുഷ്യനാണ്, ജി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനുശേഷവും സുരേന്ദ്രനെ ആരോപണങ്ങൾ വേട്ടയാടി. സുരേന്ദ്രനെതിരെ ആരോപണം വന്നത് ശബരിമല വിഷയത്തിലാണ്. ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ഇരുമുടി കെട്ടുമേന്തിയ സുരേന്ദ്രൻ ഹാൻഡ്സ് വെക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്ന് പറഞ്ഞൊരു ദൃശ്യം വന്നു. സുരേന്ദ്രൻ ഒരു സാധനം കയ്യിലെടുക്കുന്നു, അടിക്കുന്നു, വയ്ക്കുന്നു, സുരേന്ദ്രനും വിറയ്ക്കുന്നു. ദൃശ്യം പുറത്തു വന്നത് ഒരു നീല ഷർട്ട്. പക്ഷെ സുരേന്ദ്രൻ അതും നിഷേധിച്ചു. പ്രവർത്തകർ അന്നും കൂടെ വന്നു. സുരേന്ദ്രൻ ജി അങ്ങനെ ചെയ്യില്ല. സുരേന്ദ്രൻ ജി എന്ന് പറയുന്നത് മാനനീയ സുരേന്ദ്രൻ ജി ആണ്. ജി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനുശേഷവും സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ വന്നു. മകന്റെ കേസ് എന്ന് പറഞ്ഞാൽ മകന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ലക്ഷങ്ങൾ ശമ്പളങ്ങൾ നൽകുന്ന ഒരു നിയമനം സുരേന്ദ്രൻ കൊടുത്തു എന്നുള്ള, സുരേന്ദ്രന്റെ സ്വാധീനത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞ് ആ സമയത്ത് വന്നു. അപ്പോൾ പ്രവർത്തകരൊന്ന് മുറുമുറുത്തു. പിന്നെ പ്രവർത്തകർ തിരിഞ്ഞു നോക്കിയില്ല, നാടയടി കൊടുത്ത് കയറ്റി എന്നുള്ളതാണ്. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് ക്ഷാമൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് 2000 ശബരിമല വിഷയം കഴിഞ്ഞ ശേഷം 2019 മറ്റോ ആണ് സുരേന്ദ്രൻ ഈ അധ്യക്ഷനാവുന്നത്. സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം കേരളത്തിലെ BJP ഒരു വളർച്ചയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേരളത്തിലെ BJP പല ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞു എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, സുരേന്ദ്രന് തന്നെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാൽ ജനപിന്തുണയില്ല എന്നുള്ളത്. അത് സുരേന്ദ്രൻ്റെ ഈ പോസ്റ്റ് നോക്ക്. ഷാം ആദ്യം വായിച്ച പോസ്റ്റിന് ശ്രീജിത്ത് പണിക്കർക്ക് കിട്ടിയിരിക്കുന്ന ലൈക്ക് നോക്കും. 29K ലൈക്കാണ്. അതായത് 30,000 അടുപ്പിച്ച് ലൈക്കാണ് ശ്രീജിത്ത് പണിക്കർക്ക് ഇത് കിട്ടിയത്. അതേസമയം സുരേന്ദ്രൻ പ്രൊഫൈൽ പിക്ചർ മാറ്റിയാൽ പോലും 2K പോട്ടെ, 200-നപ്പുറം ഇപ്പോൾ ലൈക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. സുരേന്ദ്രന് ലൈവ് കാണാനാളില്ല, ലൈക്ക് ഇടാനാളില്ല. സുരേന്ദ്രൻ BJP പ്രവർത്തകരുടെ മനസ്സിൽ അസ്തമിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യമാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ശ്രീജിത്ത് പണിക്കർക്കെതിരെ സുരേന്ദ്രൻ ഈ പോസ്റ്റ് ഇട്ടല്ലോ. ഈ പോസ്റ്റ് ഇടാനുള്ള സാഹചര്യം എന്താണ്? ഈ പോസ്റ്റ് ഇടാനുള്ള സാഹചര്യം, ശ്രീജിത്ത് പണിക്കർ സുരേന്ദ്രന്റെ മകന്റെ നിയമനത്തെക്കുറിച്ച് സംസാരിച്ചു. ശ്രീജിത്ത് പണിക്കർക്ക് എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ബോധ്യമുള്ള, നമ്മുടെ സ്വരാജ് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ നിലപാടുകൾ എൻ്റെ ബോധ്യങ്ങളാണ് എന്ന് സ്വരാജ് ഇടയ്ക്കിടയ്ക്ക് തള്ളും. ഈ കാര്യം ശ്രീജിത്ത് പണിക്കർ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ശ്രീജിത്ത് പണിക്കർക്ക് കൃത്യമാണെന്ന് തോന്നുന്ന എന്ത് കാര്യങ്ങളും മറ്റാർക്ക് ഒരു ലൂപ്പ് ഹോൾ പോലും കൊടുക്കാതെ കീറി മുറിച്ച് പറയുന്ന ഒരാളാണ്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലപാടിനെ പറഞ്ഞ ആ വിഷയത്തിലുള്ള ആ ഒരു സബ്ജക്റ്റിലുള്ള ആ പ്രശ്നത്തിന് മാറ്റങ്ങൾ വന്നാലും പുള്ളിക്കാരൻ പറഞ്ഞ നിലപാടിന് പുള്ളി മാറ്റില്ല. ഞാൻ അന്ന് പറഞ്ഞ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്ന വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. അങ്ങനെയാണ് പുള്ളി നിലപാട് പറയുന്നത്. ഇപ്പൊ കർഷക നിയമം ഉദാഹരണം പറയുകയാണ്. കർഷക നിയമത്തിൽ ശ്രീജിത്ത് പണിക്കർ അതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ നരേന്ദ്രമോദി കർഷക നിയമം പിൻവലിച്ചല്ലോ. അപ്പോൾ ശ്രീജിത്ത് പണിക്കരോട് ഒരാൾ പോയി ചോദിക്കുകയാണ്, നിങ്ങൾ അന്ന് കർഷക നിയമത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്തായി, പിൻവലിച്ചല്ലോ? അപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, ഞാൻ എന്താണ് പറഞ്ഞത്, ഞാൻ ഇതാണ് പറഞ്ഞത്. മനസ്സിലായില്ല, ആ നിയമത്തിൽ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദി അത് പിൻവലിക്കാതിരിക്കുകയോ ചെയ്യുന്നത് പുള്ളിയുടെ സ്വാതന്ത്ര്യം. അതാണ് ശ്രീജിത്ത് പണിക്കരുടെ ഒരു നിലപാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആക്രി നിരീക്ഷകൻ
ഇന്നലെ വന്ന് സുരേന്ദ്രൻ പറഞ്ഞതാ. അപ്പോഴേ എനിക്ക് തോന്നി വാരി പറക്കിയിട്ട് ഇത് ഈ ചന്ദ്രനിലല്ലേ, ഇത് ചൊവ്വയിലോട്ട് പോകാനുള്ള പരിപാടിയാണല്ലോ എന്നെനിക്ക് തോന്നി. ആക്രി നിരീക്ഷകൻ, കള്ളപ്പണിക്കർ എന്നൊക്കെയുള്ള ഈ സാധാരണ അതിന് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത് എന്നെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, നിങ്ങളുടെ പാർട്ടിയിലേക്ക് വലിയ അവസരം തരാമെന്ന് വിളിച്ചപ്പോൾ ഞാൻ കള്ളപ്പണിക്കരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ചോദിക്കുന്നത്. അതെ, ഞാൻ ഇന്നലെ ശ്രീജിത്ത് പണിക്കരോട് ഒരുപാട് കാര്യങ്ങൾ പുള്ളി എന്നോട് സംസാരിക്കുന്നതാണ്. പുള്ളിക്കാരനോട് ഞാൻ ഇതൊക്കെ തുറന്ന് ചോദിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ ഈ രാജ്യസഭയിലേക്കും ഇവിടേക്കും വിളിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന് പകരം പണിക്കരോട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ച BJP-കാരുണ്ട്. മത്സരിക്കാൻ നിൽക്കാൻ പറ്റുമോ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നിൽക്കണം. പിന്നെ പണിക്കരോട് നിൽക്കുക, കാരണം നിങ്ങളെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളെ തിരുവനന്തപുരം നിവാസികൾ അർഹിക്കുന്നു എന്ന് പറഞ്ഞ പുള്ളി നിരസിച്ചു. കോൺഗ്രസിൽ നിന്ന് പുള്ളിക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്ന് പുള്ളിക്ക് രാജ്യസഭാ സീറ്റ് തരാം, അല്ലെങ്കിൽ MLA നിൽക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. CPM ഒഴിവാക്കി എല്ലായിടത്തും ചോദിക്കാൻ പറ്റില്ല. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ BJP-കാർ ശ്രീജിത്ത് പണിക്കരുടെ പല വാലിഡ് പോയിന്റുകളും ശ്രീജിത്ത് പണിക്കരെ രഹസ്യമായിട്ട് വിളിച്ച് ശ്രീജിത്ത് പണിക്കരെ ഇരുത്തി അത് സംസാരിച്ച് അത് ചർച്ചയിൽ പറയുന്ന BJP നേതാവിന്റെ പേര് ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ, ചർച്ചയിൽ പറയുന്ന BJP നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. ആ നേതാക്കന്മാർ വലിയ കോൺഗ്രസിലുണ്ട്, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ശ്രീജിത്ത് പണിക്കരെ പേഴ്സണലായിട്ട് വിളിച്ച്, എന്നിട്ട് ശ്രീജിത്ത് പണിക്കർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പുള്ളിക്കാരൻ ഈ സംഭവം പറഞ്ഞത് ആക്ച്വലി ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിലല്ല, ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിലാണ്, പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞപ്പോ അത് കറങ്ങില്ല വേറെ രീതി. ഇന്ന് രാവിലെ K. ജയപ്രസാദ് സാർ, നമ്മുടെ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസറും ഡീനുമായിട്ടുള്ള ജയപ്രസാദ് സാർ ഇന്ന് ABC ചാറ്റിൽ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ചാറ്റിന് മുമ്പ് അദ്ദേഹം ഓഫ് റെക്കോർഡായിട്ട് പറഞ്ഞൊരു കാര്യം, കോൺഗ്രസിന്റെ ഇവിടുത്തെ ഞാൻ അതിലും പേര് പറയാം, വലിയൊരു നേതാവ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രക്കിടയിൽ ഒരു കുട്ടിയെ പോലെ എന്റെ മുന്നിലിരുന്ന് എഴുതിയെടുത്തത് ചർച്ചയിൽ പോയി പറയാം. ശ്രീജിത്ത് പണിക്കറിന്റെ പോസ്റ്റുകളുടെ താഴേക്ക് വരുന്ന കമന്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോ സുജയെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ, ശ്രീജിത്തിന് എന്തെങ്കിലും ഒന്ന് സുജയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് കമന്റുകളൊക്കെ ശ്രീജിത്ത് പണിക്കർക്ക് ഒരുപാട് വളരെ പെട്ടെന്ന് ഫെയിമിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. പക്ഷെ വളരെ പെട്ടെന്ന് പറഞ്ഞാലും പുള്ളിക്കാരന് 30-35 വയസ്സാണെന്ന് തോന്നുന്നു. അതിനുശേഷം വന്ന ഒരു വ്യക്തിയാണ്. അത്രയ്ക്കും വർക്ക്, 30 വർഷം പുള്ളിയുടെ ഹാർഡ് വർക്കാണ്, 35 വർഷം. അതിനുശേഷമാണ് പുള്ളിക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. പുള്ളി ഉയർന്നു വരുന്നത് നമുക്കറിയാം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുള്ളി പറയുന്ന കാര്യങ്ങൾ കുറച്ച് വസ്തുതയുണ്ട്. അതായത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി BJP-ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. BJP-ക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സുരേന്ദ്രനെ പ്രതീക്ഷിച്ച് ഒരുപാട് അണികൾ, ശ്യാമിനൊരു കാര്യം അറിയാമോ, ഏറ്റവും കൂടുതൽ നിസ്വാർത്ഥമായ അണികളുള്ള പാർട്ടി എന്ന് പറയുന്നത് BJP-ആണ്. നിസ്വാർത്ഥമുള്ള ആയിട്ടുള്ള അണികളാണ് BJP-ക്ക് ഉള്ളത്. അപ്പോൾ സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾ അവിടെ വരുമ്പോൾ അവരെ കൂടെ പരിഗണിക്കണ്ടേ? ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. അതായത് നിസ്വാർത്ഥരായ അണികൾ ആരാണ്? RSS ആണ്. അതെ അതെ, RSS ആണ്. BJP-ക്കുള്ളിൽ RSS ആണ് ഈ നിസ്വാർത്ഥർ എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഇത്രയും സുരേന്ദ്രൻ അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഇപ്പൊ BJP-കാർക്ക് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് സജീവമായിരുന്ന സമയത്ത് എത്രയോ BJP-കാർക്ക് വെട്ടുകിട്ടിയിട്ട് അവരുടെ വീടുകളിൽ എത്ര പേരുടെ വീടുകളിൽ സുരേന്ദ്രൻ പോയി. അതുപോട്ടെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ വെട്ടുകിട്ടിയ സമയത്ത് സുരേന്ദ്രൻ ഒരു മാധ്യമത്തെ മുമ്പിൽ നിന്ന് ചിരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് ശ്യാമിന് ഓർമ്മയുണ്ടോന്ന് അറിയാം. ഒരാൾ മരണപ്പെട്ടപ്പോൾ അത് ചിരിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പിന്നെ സുരേന്ദ്രൻ സീരിയസ് ആയിട്ട് അത് വിഷ്വൽ എടുക്കുകയായിരുന്നു. അറിയാം, മീഡിയ 1 ചാനലൊക്കെ അല്ലേ, അവരൊക്കെ വെറുതെ വിടുവോ, അത് വിഷ്വൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം സുരേന്ദ്രൻ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നു. ഒരു BJP നേതാവ് ബലിദാനി കരയുന്നു, ജി ചിരിക്കുന്നു. ഒരു BJP നേതാവ് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഒരു BJP നേതാവ് ഇവിടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. BJP-ക്കാരെ മുഴുവൻ ആക്രമിക്കുകയാണ്. എന്നെ പേഴ്സണലി ആക്രമിച്ചു. എന്റെ പഴയ സ്ഥാപനത്തിലുണ്ടല്ലോ, പൗരത്വ ഭേദഗതി നിയമത്തിൽ ഞാൻ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞ് പ്രത്യേക വിഭാഗത്തിലുള്ള ഒരു മതക്കാരൻ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ കത്താണെങ്കിൽ ഫ്രണ്ടില് എന്റെ ഒരു ദിവസം ഞാൻ വന്നപ്പോ എന്റെ ചീഫ് എഡിറ്റർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്താ സാർ? ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്, ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇരുന്നു. ഇത് കണ്ടോ, ഇത് രാജിക്കത്താണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അത് പോട്ടെ എന്ന് വയ്ക്കും, പിന്നെ ഒരു പ്രത്യേക വിഭാഗക്കാരൻ, മതവിഭാഗക്കാരൻ. ഞാൻ ലിഫ്റ്റിൽ കയറി വന്നപ്പോൾ ആ ചേട്ടാ എന്ന് പറഞ്ഞ് എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ അവന്റെ തോളിൽ കൈയിട്ടുന്നു, സംസാരിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എനിക്ക് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഞാൻ ആരെ കണ്ടാലും, വലിയ ആളായാലും ചെറിയ ആളായിരുന്നാലും, ഞാൻ തോളിൽ കൈയിടും, ഞാൻ അവരോട് സംസാരിക്കും, ഞാൻ അവരോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയ രീതിയിൽ സംസാരിക്കും. തുടക്കത്തിൽ തന്നെ ഞാൻ അങ്ങനെ സംസാരിക്കും. അത് ഇവിടെ വരുന്ന ഗസ്റ്റുകളും എന്നോട് പറയാനുള്ള കാര്യമാണ്. തുടക്കത്തിൽ വളരെ അറ്റാച്ച്ഡ് ആയ രീതിയിൽ സംസാരിക്കും. ചില ആൾക്കാർ എന്നോട് പറയുന്നതുകൊണ്ട് നീ എൻ്റെ ഈ സ്വഭാവം മാറ്റണം. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയും. പക്ഷെ അതെന്റെ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. ഞാൻ അങ്ങനെ സംസാരിക്കും. അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ വന്നപ്പോഴാണ് ഇവൻ രാജിക്കത്തെടുത്ത് എഴുതിയിട്ടേക്കുന്നു. അപ്പൊ ഈ നിലപാട് ഇത് മാറ്റണം എന്ന് പറഞ്ഞു രാജിക്കത്ത് എഴുതിയിട്ടേക്കുന്നു. അപ്പൊ പേഴ്സണലി എനിക്കും അത് ബാധിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു BJP നേതാവ്, ഈ സുരേന്ദ്രൻ ആയല്ലോ തലപ്പത്തിൽ നിന്ന്,
ഇവിടെയുള്ള ഏതെങ്കിലും ഒരു, നമുക്കറിയാം നമ്മുടെ സരിൻ അറിയില്ലേ, കോൺഗ്രസിന്റെ സരിൻ, അയാൾ ഡോക്ടറാണ്, BJP-കാർക്ക് ഇവിടെ എന്താണ് ചികിത്സയില്ല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു വീടിന്റെ ഫ്രണ്ടിൽ. ആ സമയത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെ അനുകൂലിക്കാൻ ഞാൻ ചാനലിൽ കിടന്ന് കോല അനുകൂലിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ശ്രീജിത്ത് പണിക്കറാണ്. ശ്രീജിത്ത് പണിക്കറിന്റെ ഒരൊറ്റ ചർച്ച 24 ന്യൂസിലെ, ഈ ചർച്ചയാണ് സത്യം പറഞ്ഞാൽ അറിയാലോ, അപ്പുറത്ത് അരുൺകുമാർ ആയിരുന്നു, ഇങ്ങോട്ട് വെല്ലുവിളിച്ച് പോയതാ. അവസാനം അപ്പുറത്ത് ഹരീഷ് വാസുദേവനായിരുന്നു. ഹരീഷ് വാസുദേവന്റെ മടി കയറി എന്ന് വാദിച്ചിട്ട് പോലും അരുൺകുമാർ ജയിക്കാൻ പറ്റില്ല. ഇന്നും അതൊരു കൾട്ട് ചർച്ച. പിന്നീട് അദ്ദേഹത്തെ വിളിച്ചിട്ടുമില്ല. പിന്നീട് വിളിച്ചിട്ടില്ല. ശ്രീജിത്ത് പണിക്കരെ പിന്നീട് വിളിക്കില്ല. ഇവരുടെ ഒരു പ്രത്യേകതയാണ് കൾട്ട്. സുരേന്ദ്ര അനങ്ങിയില്ലല്ലോ. ഇവിടെയുള്ള സുഡാപ്പികളും കമ്മികളും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെ മുഴുവൻ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി റോഡിലിറക്കി. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ അന്നത്തെ വലിയ റാലികൾ കാരണമായിരുന്നു ഇറക്കി. BJP-കാർ എന്ത് നടത്തി? ഒന്നും നടത്തില്ല. ഇപ്പൊ ഒറ്റയാൾ പട്ടാളമായിരുന്നു അന്ന് പൗരത്വ ഭേദഗതി നിയമം. ശങ്കുട്ടിദാസിനെ പോലെയുള്ളവരൊക്കെ സൈഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കർഷക നിയമം വന്നു. BJP-കാർ എന്ത് ചെയ്തു? ഇവിടെയുള്ള BJP സുരേന്ദ്രൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തു. വലിയ പ്രശ്നം അവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. പഠിക്കുന്നില്ല. ഈ വിഷയം പഠിക്കാത്തവർക്ക് പ്രതികരിക്കാൻ പറ്റും. ഇത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി സുരേന്ദ്രൻ പറഞ്ഞതിലും അപ്പുറം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടുണ്ട്, ചർച്ചയിലില്ല. പക്ഷെ പുള്ളിയുടെ നിലപാടിൽ പുള്ളി അന്ധമായിട്ടുള്ള BJP-കാരനല്ല, CPM-കാരനല്ല, കോൺഗ്രസ് അല്ല. പുള്ളിയുടെ നിലപാടിൽ പുള്ളിക്ക് എന്താണോ കൃത്യമായിട്ട് തോന്നുന്നത് അത് മാത്രമേ പുള്ളി പറയാനുള്ളൂ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. CPM-കാരിൽ അകത്തുള്ള ആൾക്കാർ പോലും സുരേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്, അല്ല, ശ്രീജിത്ത് പണിക്കരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിഷ്പക്ഷനാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് പുള്ളിയുടെ ഫാൻ ഫോളോയിങ് CPM-നകത്ത് ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് സുരേന്ദ്രനെ ആക്രമിക്കാനായിട്ട് പോകുന്നതെന്ന് ആലോചിക്കണം. ഒന്നാമത്തെ കാര്യം. ഇപ്പോ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേന്ദ്രന് ഒരു സന്തോഷമായി. സുരേന്ദ്രന് ഇനിയിപ്പോൾ എൻ്റെ സ്ഥാനം തെറിക്കില്ലല്ലോ. കാരണം ഇത്തവണ പൂജ്യമായിരുന്നെങ്കിൽ സുരേന്ദ്രനെ ആയിരിക്കും ആദ്യം തെറിയുന്നത്. വല്ല കർണാടകയിലോ ആന്ധ്രയിലോ പ്രഭാരിയാക്കി മാറ്റും. മിസോറാം ഗവർണർ സ്ഥാനം പോലും കൊടുക്കില്ല. അതിനൊരു ക്വാളിറ്റി വേണം. അത് സുരേന്ദ്രൻ എന്ത് ചെയ്തു? സന്തോഷമായി. സുരേന്ദ്രൻ അങ്ങോട്ട് വിഷം തുപ്പാനായിട്ട് തുടങ്ങി. ഞാൻ പറയട്ടെ, ഈ ഗണപതി വട്ടത്തിന്റെ ഈ വിഷയം വന്നല്ലോ സുരേന്ദ്രൻ, അന്ന് സുരേന്ദ്രൻ എന്തിന്റെ ആവശ്യം? നമ്മൾ ഇന്ന് പറഞ്ഞിട്ടില്ലേ ഷാമേ, ഗണപതി വട്ടം ഈ സുരേന്ദ്രൻ എന്താണ്? കാരണം മാറ്റാൻ പറ്റുന്നത് സുരേഷ് ഗോപിയൊക്കെ വളരെ നല്ല രീതിയിൽ വികസനത്തെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വന്നാൽ ഈ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടമാക്കുമെന്ന്. എന്തിന്റെ കേടായിരുന്നു? ബാക്കിയുള്ളവരെ കൂടെ ബാധിക്കും. സുരേഷ് ഗോപിയെ ബാധിച്ചെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ബാധിക്കണം എന്നുള്ള ഒരു ഭാഗ്യത്തിന്, BJP-യുടെ ഭാഗ്യത്തിനും BJP-യുടെ മറ്റ് സ്ഥാനാർത്ഥികളുടെ ഭാഗ്യത്തിനും വയനാട് ചുരത്തിന് താഴോട്ട് അത് ഇറങ്ങി വന്നില്ല. അതെ. ബാധിക്കണം എന്നുള്ളൊരു ഇന്റൻഷനിലാണ് അത് ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സുരേന്ദ്രന് ഫെയിമാണ്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പാർട്ടിയല്ല, സ്വന്തം കാര്യം, സ്വന്തം ഫെയിം. രാഹുൽ ഗാന്ധി അപ്പുറത്ത് നിൽക്കുന്നു, ഞാൻ ഗണപതി വട്ടത്തിന്റെ വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ചർച്ചയാകും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും എനിക്കറിയാം ശ്രീജിത്ത് പണിക്കർ അതിനെ കണ്ടത് നിഷ്പക്ഷമായിട്ടാണ്. ഗണപതി വട്ടം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. സുൽത്താൻ ബത്തേരിയുടെ മുമ്പത്തെ പേര് ഗണപതി വട്ടം എന്നാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ രേഖകളിലൊക്കെ അങ്ങനെയാണ് കിടക്കുന്നത്. രേഖകളിൽ അങ്ങനെയാണ് കിടക്കുന്നത്. സർക്കാർ രേഖകൾ, അത് സത്യമായിട്ടുള്ള കാര്യമാണ് പുള്ളി പറയുന്നത്. പക്ഷെ സുരേന്ദ്രന്റെ പക്ഷം പിടിക്കലല്ല, അങ്ങനെ പറയുന്നതാണ്. അപ്പൊ അത്രയും പറഞ്ഞ ഒരു വ്യക്തിയെ ഇപ്പൊ പറയുന്നത് ആക്രി നിരീക്ഷകൻ, അടിച്ചണ്ണാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞു, കള്ളപ്പണിക്കർ അടിച്ചണ്ണാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടില്ല ഷാമി. ആ പോസ്റ്റാണ് ഇത്. ഇത് നോക്കി, അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്, പാർട്ടിയിൽ വരൂ പദവി തരാം, ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നി. സുരേന്ദ്രന്റെ ഒരു കാര്യത്തില് BJP-യുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് BJP-യുടെ ദേശീയ അധ്യക്ഷൻ മാറുമ്പോൾ ആ ദേശീയ അധ്യക്ഷന്റെ തീരുമാനമാണ് സംസ്ഥാന അധ്യക്ഷന്മാർ ആര് വേണം വേണ്ട എന്നുള്ളത്. ഇനി സുരേന്ദ്രൻ തുടരണമെങ്കിൽ അടുത്ത ദേശീയ അധ്യക്ഷൻ തീരുമാനിക്കണം. അതുണ്ടാവുമെന്ന് സംശയമാണ്. എന്തായിരുന്നാലും സുരേന്ദ്രന്റെ ആ ഒരു വൈദഗ്ധ്യത്തിലല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത്. ശ്യാമൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, സുരേഷ് ഗോപി സ്വന്തം പ്രയത്നത്തിൽ തോറ്റു എതിരെ വന്നു കഴിഞ്ഞാൽ സർവ്വ അമ്പുകളെയും പൊരുതി തോറ്റ് നല്ല ഫൈറ്ററായ സാത്വിക. സുരേഷ് ഗോപിക്ക് വേണ്ടി എത്ര തവണ സുരേന്ദ്രൻ വാ തുറന്നിട്ടുണ്ട്? സുരേഷ് ഗോപി പ്രശ്നത്തിലാവപ്പെടുമ്പോൾ എത്ര തവണ വാ തുറന്നിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. സുരേഷ് ഗോപിക്ക് വേണ്ടി വളരെ ചുരുക്കം, ഈ 5 വിരലിൽ പോലും എണ്ണാൻ പറ്റില്ല. അത്രയും ചുരുക്കം സ്ഥലത്ത് മാത്രമേ സുരേഷ് ഗോപിക്ക് വേണ്ടി വാ തുറന്നിട്ടുള്ളൂ. സുരേന്ദ്രൻ വാ തുറക്കുന്നത് സുരേന്ദ്രന് വേണ്ടി മാത്രമാണ്. BJP-ക്ക് വേണ്ടി പോലും സുരേന്ദ്രൻ അല്ല, അതിൽ അങ്ങനെ കുറച്ച് നേതാക്കളുണ്ട്. 85-ൽ BJP-ആയി മത്സരിക്കുമ്പോൾ 1.72 അങ്ങോട്ട് പെർസെൻറ്റേജ് BJP-ക്ക് വോട്ടായി ലഭിച്ചിട്ടുള്ളൂ. അതിന്ന് 20% അടുത്ത് നിൽക്കുന്നത് ഇവിടുത്തെ നേതാക്കളുടെ മേന്മ കൊണ്ടല്ല. ഇവിടുത്തെ ഈ RSS എന്ന് പറയുന്ന സംഘടനാ സംവിധാനം, RSS-ൽ നിൽക്കുന്ന ഒന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുന്നവർ കടന്ന് പണിയെടുക്കുന്നതിൻ്റെയാണ്. ഞാൻ അതുകൊണ്ടാണ് ഒരു ചർച്ചയിൽ പറഞ്ഞത്, കണ്ണൂരൊക്കെ RSS-ന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം BJP അവിടെ ഇലയിട്ട് ഇരുന്നാൽ മതി, കയ്യും ഊണ് കഴിക്കാം. അതിന് ഇത്രയും ഹാർഡ് വർക്ക് അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സേവാഭാരതി അവിടെ രാത്രിയും പകലുമില്ലാതെ തേരാപ്പാര ആംബുലൻസുകളൊന്നും ഓടിക്കൊണ്ടിരിക്കുക ഭാഗത്തൊക്കെ.
അത് അവരുടെ ഈ പറയുന്ന നിസ്വാർത്ഥമായുള്ള പ്രവർത്തനം, അവരുടെ എത്ര ജീവൻ പോയി, 79കളിൽ എത്ര ജീവൻ പോയി കണക്കെടുത്ത് കഴിഞ്ഞാൽ. അതെ. പോരാത്തതിന് ഈ സുരേന്ദ്രൻ ഫോക്കസ് ഉണ്ട് ഇതിനകത്തെ, പാർട്ടിക്കകത്ത് സുരേന്ദ്രൻ സ്തുതിപാഠകരുണ്ട്. സുരേന്ദ്ര സ്തുതിപാഠകർ. ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ നച്ചിൽ പുച്ചിൽ പേജൊക്കെ വരും അതിനകത്ത്. ഈ പേജുകളെല്ലാം, അതായത് ഈ പേജിന്റെ പേര് ഞാൻ പറയുന്നില്ല, മോദി ഫോർ 2024, എന്താണ് കോന്നി സുരേന്ദ്രൻ, കോന്നി സിംഹം എന്നൊക്കെ ഇട്ടിരിക്കുന്ന പേജുകളുണ്ടല്ലോ. ഇവരൊക്കെ ഇപ്പോൾ സുരേന്ദ്രൻ വിരുദ്ധരാണ്. ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, പേജിൻ്റെ പേര് അങ്ങനെയാണെന്നല്ല പറയുന്നത്, പേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവരെല്ലാം ചെന്ന് ശ്രീത് പണിക്കരുടെ താഴെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക ഈ പേജുകളെല്ലാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ പേജുകളെല്ലാം നിരത്തി പിടിച്ചിട്ട് ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു, ക്ഷമിക്കണം, ഇതേ വാക്ക് ടൂൾ കിറ്റ് പോലെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നു എല്ലാത്തിലും. സുരേന്ദ്രൻ കണ്ടു പിടിച്ച് വരട്ടി. സുരേന്ദ്രൻ അങ്ങനെയുള്ള ചില കനന്തിരിവൊക്കെ ഉണ്ട്. ജനാധിപത്യം തൊട്ട് തീണ്ടാത്ത ഒരു മനുഷ്യനാണ്. പക്ഷെ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ അങ്ങേ തവണ മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വലിയ ജനപിന്തുണ, സമയത്ത് ഭയങ്കര ഇമേജ് ആയിരുന്നു. ആ ഇമേജാണ് നേരെ ചില ആൾക്കാർ പറയുമല്ലോ, മാങ്ങയോട് അടുക്കുമ്പോഴേ അണ്ടിയുടെ പുളി പറയൂന്ന് പറയുമല്ലോ. അതുപോലെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പോലും, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ മനസ്സിൽ പോലും, നരേന്ദ്രമോദി എന്താവെന്ന് പറഞ്ഞത്, ശബരിമല വിഷയം കഴിഞ്ഞപ്പോൾ സുരേന്ദ്രനോട് നരേന്ദ്രമോദി വന്ന് പറഞ്ഞത് ബഡാ ഫൈറ്റർ എന്നാണ്. അത് വലിയ സംഭവമായി. അതിൽ പോലും ഒരു കാര്യമുണ്ട്. അതായത് ശ്രീധരൻ പിള്ള പറഞ്ഞത്, അന്ന് ശ്രീധരൻ പിള്ളയാണ് ശബരിമല സമയത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ശ്രീധരൻ പിള്ള പറഞ്ഞത് പത്തനംതിട്ടയ്ക്ക് അപ്പുറം നമ്മൾ പോകരുത്. ശ്രീധരൻ പിള്ളയ്ക്ക് അതിന് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ശ്യാമിന് അറിയാമോ അത്? അതായത് ഈ ശബരിമല സമരം ഇത്രയധികം കുളമാക്കാനും ശബരിമലയിൽ ഭക്തന്മാരെ ഇത്രയധികം കോമാളികളാക്കാനും ഫ്രണ്ടിൽ നിന്ന് ഒരാൾ സുരേന്ദ്രനാണെന്ന് ഞാൻ പറയും. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് കണക്കാക്കേണ്ടത്. കാരണം ശ്രീധരൻ പിള്ളയ്ക്ക് അതിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ പത്തനംതിട്ടയ്ക്ക് അപ്പുറം നമ്മൾ കാലെടുത്ത് വെക്കില്ലെന്ന് പറഞ്ഞ് ശ്രീധരൻ പിള്ള കുടില് കെട്ടിയാണ്, അവിടെ കുടിലാണെന്ന് തോന്നുന്നു, അവിടെ പന്തൽ കെട്ടിയാണ് ശ്രീധരൻ പിള്ള സമരം ചെയ്തത്. സ്ത്രീകളെയായിട്ട് സമരം ചെയ്തു. അതൊരു ഗാന്ധി മാർഗത്തിലുള്ള സമരമായിരുന്നു. ശ്രീധരൻ പിള്ള വിചാരിച്ചിരുന്നത് ഈ സംഘപരിവാറാണ് ഈ സമരം നയിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നാൻ പാടില്ല. അങ്ങനെ ആകല്ല ഈ സമരം. സ്ത്രീകളെ കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഭക്തരി തടയണം. മനസ്സിലായില്ലേ? ഭക്തരി തടയണം. അവിടെയുള്ള ഭക്തന്മാരുണ്ട്. റഹന ഫാത്തിമയെ കൊണ്ട് നടപ്പന്തൽ വരെ എത്തിയല്ലോ. ആരാ തടഞ്ഞത്? സംഘപരിവാർ പ്രവർത്തകരല്ല. അപ്പോഴേക്കും സംഘികളെല്ലാം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് യതീഷ് ചന്ദ്ര നീക്കുന്നു. പൊൻരാധാകൃഷ്ണൻ വന്നപ്പോൾ പൊൻരാധാകൃഷ്ണനെ പറപ്പിക്കാൻ യതീഷ് ചന്ദ്ര ഫ്രണ്ടിൽ നിന്നു. യതീഷ് ചന്ദ്രയ്ക്ക് അവിടെ പറ്റിപ്പോയത് ഒരു ജഡ്ജി വന്നപ്പോൾ യതീഷ് ചന്ദ്ര വിചാരിച്ചു സംഘിയാണ്, ജഡ്ജിയെ പറപ്പിക്കാൻ. പിന്നെ യതീഷ് ചന്ദ്ര മുണ്ടും തുണിയില്ലാതെ ഓടി ജഡ്ജിയുടെ കാല് പിടിക്കാൻ. അതൊക്കെ വേറെ കഥകളാണ്. അപ്പോൾ ആ സമയത്ത് യതീഷ് ചന്ദ്ര സംഘികളെല്ലാം തൂക്കി പറക്കിട്ടു. ശശികല ടീച്ചർ ബസ്സിൽ കയറുമ്പോൾ ബസ്സിനകത്ത് കയറി പിടിച്ചോണ്ടുപോയി. പൊൻരാധാകൃഷ്ണൻ വരുമ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വി മുരളീധരനാണ് ഒരുവിധം ഏച്ച് നടന്ന് മുകളിലെത്തിയത്. അപ്പോൾ ഇതറിയാം. അതായത് നമ്മൾ ഒന്നും ചെയ്യരുത്, ഇത് ഭക്തരുടെ വിഷയമാണ്. സ്ത്രീകളെ കൊണ്ട് കയറ്റുമ്പോൾ ഭക്തര് പ്രതികരിക്കും. ഭക്തര് സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഷ്യാം ഒരു CPM കാരനാണ്. റഹന ഫാത്തിമ ആയിരുന്നു. റഹന ഫാത്തിമ അവിടെ കയറി വരികയാണ്. ഷ്യാമിന് സംഘപരിവാരമായിട്ട് ഒരു ബന്ധവുമില്ല. ഷ്യാം അവിടെ ഈ കാഴ്ച കാണുമ്പോൾ ഷ്യാം എന്ത് ചെയ്യും? വിശ്വാസിയാണെങ്കിൽ പ്രതികരിക്കും. വലിയ രീതിയിൽ പ്രതികരിക്കും. നാമജപം ഉണ്ടാക്കും. അതായത് അത്രമാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. നാമജപം എന്ന് പറഞ്ഞാൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്കെ വിളിക്കും. നമ്മൾ മുമ്പിൽ കയറി നിൽക്കും, എൻ്റെ നെഞ്ചി ചവിട്ടിയിട്ട് കയറി പോയാൽ മതി എന്ന് പറയും. അങ്ങനെ പറയും. അതേ പ്രതികരണം അവിടെ ഉണ്ടായത് IG ശ്രീജിത്ത് ഈ റഹന ഫാത്തിമയും കൊണ്ട് കയറിയപ്പോൾ IG ശ്രീജിത്ത് അവിടെ നിന്ന് പറഞ്ഞൊരു ഡയലോഗ് ഷ്യാമിന് ഓർമ്മയുണ്ടോ? എല്ലാവരും സംയമനം പാലിക്കണം, ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. ഫസ്റ്റത്തെ ഡയലോഗ് അതാണ്. കയ്യടി വീണു. അത് ഭക്തരായിരുന്നു. നല്ല നടനാണ് പുള്ളി. വേറെ കാര്യം എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി കരഞ്ഞ ഒരു കാഴ്ച കരഞ്ഞ് പുള്ളി ഇവിടെ കാണിച്ചു. അത് പറയുമ്പോൾ ഈ കഥ കൂടെ പറയേണ്ടതുണ്ട്. പിന്നെ കോവിഡ് എല്ലാവരും അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാവരും അടച്ചിട്ടിരിക്കും. അപ്പം പോലീസ് ഒരു പദ്ധതി, പിന്നെ വിജയൻ സാർ ഒരു പദ്ധതി പറഞ്ഞു. പോലീസ് നമ്മളിപ്പോൾ വളരെ റൂഡായിട്ട് ആൾക്കാരോട് പെരുമാറുന്നു. പോലീസിന്റെ ഈ റൂഡായിട്ടുള്ള ഒരു പെരുമാറ്റത്തിന് ഒരു സംയമനം വേണം. ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. ഇപ്പം എന്തെങ്കിലും ഒരു പരിപാടി ആവിഷ്കരിക്കും. അങ്ങനെ പലരും പല പരിപാടി ആവിഷ്കരിച്ചു. അപ്പോൾ പുള്ളി ഒരു ഐഡിയ DGയുടെ മുമ്പ് വെച്ചു. പുള്ളിയുടെ ഐഡിയ ഇതാണ്: നമ്മളിങ്ങനെ അടച്ചു മൂടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി പോലീസ് ഒരു ഗാനമേള സംഘടിപ്പിക്കുന്നു. അപ്പം എല്ലാവരും പോലീസുകാർ നല്ല IG വിജയൻ സാറൊക്കെ വിചാരിച്ചു നല്ല പരിപാടി കൊള്ളാലോ. അങ്ങനെ വെറൈറ്റി ഒരു ഗാനമേള. പോലീസുകാർ പോയി പാട്ട് പാടുന്നു. പുള്ളിയുടെ പാട്ട് പാടാൻ പോയടാന്ന് അറിയാമോ? ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്ലാറ്റിന്റെ മുന്നിൽ, ഇവിടുത്തെ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ, അതായത് VVIPകൾ പോയി താമസിക്കുന്ന രീതിയിൽ സിനിമാക്കാര്, ഗായകർ ഇവരൊക്കെ താമസിക്കുന്ന ഒരു വലിയൊരു ഫ്ലാറ്റിന് നടുക്ക് അവിടെ പോയി ഗാനമേള. അവിടെ ആണെങ്കിൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ അടച്ചിട്ടിരിക്കുന്ന, ആഹാരം പോലും ഇല്ലാത്ത
വലിയ ഒരു കോളനി സംഘടിപ്പിച്ച് രാജാജി കോളനിയുടെ ഒക്കെ കൊണ്ട് ഒരു പാട്ട് പോലീസ് കഴിഞ്ഞാൽ പോലീസിനൊരു മുഖം കിട്ടും. പോലീസ് ഇതവിടെ മറ്റേ എന്താ പറയുന്നത് വലിയ സംവിധാനം ഉള്ളിടത്ത് പോയിട്ട് ഇവരെയാളിന്ന് പാട്ട് പാടുകയാണ്. പുള്ളി നല്ല നടനാണ്. പുള്ളി അതുകൊണ്ട് നമ്മൾ പുള്ളിയുടെ പെരുമാറ്റത്തെ പ്രവൃത്തിയൊന്നും ന്യായീകരിക്കാൻ ഒരു കാരണവശാലും പാടില്ല. അതെ അതെ. അപ്പം ഞാൻ ഇത് ബാക്കി അതായത് ഞാൻ പറഞ്ഞു വന്നത് ശ്രീജിത്തിന്റെ ആ സമയത്ത് ഇതുണ്ടല്ലോ. അപ്പൊ ശ്രീധരൻപിള്ളയ്ക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ശ്രീധരൻപിള്ള ഭക്തരികാരൻ ആ സ്ഥലത്താണ് ശ്രീധരൻപിള്ളയെ ഹൈജാക്ക് ചെയ്ത് കാട്ടിലൂടെ ഹാൻസും വെച്ച് സുരേന്ദ്രൻ ശബരിമലയെ കയറി. എന്നിട്ട് സുരേന്ദ്രൻ തെളിഞ്ഞിട്ടില്ല അത്രയ്ക്ക് ഡാമേജ് സുരേന്ദ്രനോട് ആ ഉണ്ടാക്കിയ ഡാമേജ് സുരേന്ദ്രന് ഉണ്ടാക്കിയ ഡാമേജ് അത് തെളിഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ സ്വന്തം പ്രവർത്തകരോട് പോലും ഞാൻ അതല്ല ഇതാണ് ചെയ്തത്, ഇപ്പൊ മൂക്കുപൊടിയാണോ വലിച്ചത് എന്താണോ വച്ചതെന്ന് യാതൊരുവിധ പിടിയുമില്ല. വ്രതത്തിലാണ്, അത് വേറെ കാര്യം. വ്രതം എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വ്രതം എടുത്തിരിക്കുന്ന വ്യക്തിക്ക് മൂക്കുപൊടി വെക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാൻ വ്രതം എടുക്കുമ്പോഴും അങ്ങനെ വെക്കാറില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് കഴിഞ്ഞ് മുകളിൽ കയറിപ്പോയി സുരേന്ദ്രൻ അവിടെ ഷോ കാണിച്ച് ഇതെൻ്റെ ഇരുമുടിക്കെട്ട് എൻ്റെ വിശ്വാസമാണ്, ആ വിശ്വാസത്തിൽ തുടരുത്. ഇവിടെയുള്ള ജനങ്ങൾ മണ്ടന്മാരാണോ ഷാമേ? അല്ല, ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു, നിങ്ങൾ അത് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇത് തുടരുതെന്ന് പറഞ്ഞാൽ സുരേന്ദ്രനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുരേന്ദ്രൻ ഈ ഇരുമുടിക്കെട്ട് വെച്ച് താഴെ ഇടുന്നു. സുരേന്ദ്രൻ അത് വലിച്ച് താഴെ ഇടുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്നത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ അന്ന് വലിയ ആക്രമണം നടക്കുകയാണ്. ഭക്തർക്കൊപ്പം അല്ല ഏഷ്യാനെറ്റ്. കേരളം കത്തുമോ എന്നൊക്കെ ഹാഷ്ടാഗ് കൊടുത്താണ് വിനു വി ജോൺ ചർച്ചകൾ നയിക്കുന്നത്. വിനു വി ജോൺ അന്ന് ഏഷ്യാനെറ്റിന്റെ ഡിബേറ്റ് ആദ്യമായിട്ട് താഴെ പോയി. ജനം കയറി വന്നു, ജനം TV കയറി വന്നു, വലിയ സംഭവമായി. അപ്പോൾ സുരേന്ദ്രൻ ഏഷ്യാനെറ്റ് പിന്നെ ഒന്നും മിണ്ടില്ല. ഏഷ്യാനെറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏഷ്യാനെറ്റ് ഓൺലൈനിൽ ഈ ദൃശ്യം ഇട്ടു. ഇരുമുടിക്കെട്ടിന് എന്ത് സംഭവിച്ചു, ദൃശ്യങ്ങൾ സംസാരിക്കട്ടെ. ആരും ഒന്നും പറയുന്നില്ല, അവർക്കൊന്നും പറയാൻ വയ്യ, ഇനി തെറി കേൾക്കാൻ വയ്യ. സുരേന്ദ്രൻ, ഞാൻ നോക്കുമ്പോൾ സുരേന്ദ്രൻ കൈ കൊണ്ട് വലിച്ച് താഴെ ഇടുന്നു. ആ ഇരുമുടിക്കെട്ടാണ് സുരേന്ദ്രൻ താഴെ ഇട്ടത്. അയ്യപ്പനെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാനായിട്ട് സുരേന്ദ്രൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സുരേന്ദ്രൻ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാതെ നിൽക്കുന്നതും 2019 ഒരു സീറ്റ് പോലും സുരേന്ദ്രന് കിട്ടാത്തതെന്നും ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയാണ്. അയ്യപ്പനെ വെച്ച് കളിക്കരുത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കരോട് കളിച്ച് സുരേന്ദ്രന് പറ്റിയ ഈ പറ്റിനെക്കാട്ടിലും വലിയ പറ്റ് അയ്യപ്പനോട് കളിച്ചാൽ സുരേന്ദ്രന് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം, അവസാനിപ്പിക്കും.